മസാല റൈസ് പച്ചക്കറികളും പരിപ്പും ഒക്കെ കൂടെ ചേർത്ത് ഒരു പോട്ടിൽ അതായത് കുക്കറാണ് എടുത്തിരിക്കുന്നത്. എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. കൂടെ 3/4 ഗ്ലാസ് വറുത്ത ചെറുപരിപ്പും 1 ഗ്ലാസ് അരിയും ചെറുപരിപ്പും നന്നായിട്ട് കഴുകി വെള്ളം വാലാനായിട്ട് അരിപ്പയിൽ മാറ്റി വയ്ക്കുക. ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ, നെയ്യ്, അതിലേക്ക് താളിപ്പ് ചേർക്കാം. കടുക്, ജീരകം, കുരുമുളക്, ചുവന്ന മുളകും കൂടെ ചേർത്ത് താളിപ്പ് ചേർത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ചേർത്ത് ഒന്ന് വഴറ്റി ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങുമാണ് ആദ്യം ചേർത്തിരിക്കുന്നത്. വേവ് കൂടുതലായതുകൊണ്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം ബാക്കിയുള്ള പച്ചക്കറികൾ ചേർക്കും. നന്നായിട്ടൊന്ന് വതക്കി ഒന്ന് വാടി വരുമ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർക്കുക. പൊടികൾ ചേർത്തിട്ടും ഒന്ന് ആ എണ്ണയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം വെള്ളം വാലാനായിട്ട് വെച്ചിരിക്കുന്ന അരിയും പരിപ്പും ചേർത്ത് 1 ഗ്ലാസ് അരി, 3/4 ഗ്ലാസ് പരിപ്പ്, അതിന് 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് അയവായിട്ടുള്ള ചോറായിട്ടാണ് എടുക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് 1/2 കപ്പ് ഗ്രീൻ പീസും 1 തക്കാളിയും സ്വാദിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് 4 മുതൽ 6 വിസിൽ വരെ കുക്കർ അടച്ച് വേവിച്ചെടുക്കും. പ്രഷർ നല്ലോണം താന്നതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല അയഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ശകലം ചൂടുവെള്ളം ഒഴിക്കുക. ആവശ്യത്തിനുള്ള മല്ലിയിലയും അവസാനം ഒരു താളിപ്പ് നെയ്യിൽ കുരുമുളകും ജീരകവും അണ്ടിപ്പരിപ്പും കൂടെയാണ് ചേർത്തിരിക്കുന്നത്. താളിപ്പ് ചേർത്തതും ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് ചൂടോടെ വിളമ്പാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ ഉള്ളിയോ വെളുത്തുള്ളിയോ ചേർത്തിട്ടില്ല. ഇതിൽ 5-ന് ഇതിൻ്റെ കൂടെ വേറൊന്നും വേണമെന്നില്ല. ഇതിലെല്ലാ പച്ചക്കറികളും പരിപ്പും എല്ലാം ഉണ്ട്. ഇത് നമുക്ക് ചൂടോടെ റൈത്തയും അച്ചാറും പപ്പടത്തിൻ്റെ കൂടെ വിളമ്പാവുന്നതാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക.